നെക്സ്റ്റ് പഠിക്കാൻ പോണത് മാറ്റ്പ്ലോട്ലിബിലെ പ്ലോട്ട് ബാർ ഗ്രാഫാണ്. നമ്മൾ ബാർ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് നംപൈ അതേമാതിരി മാറ്റ്പ്ലോട്ലിബ് വേണം. അത് കഴിഞ്ഞ് ലേബല് പെർസെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് PR എന്തെങ്കിലും ഒരു പേര് കൊടുത്തിട്ട് അതിൽ പെർസെൻറ്റേജ് ഓഫ് മാർക്സ് സ്റ്റോർ ചെയ്തു. അത് കഴിഞ്ഞ് ഇൻഡെക്സ് ഇസ് ഈക്വൽ ടു NP.A range. എ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം ഇവിടെ ലേബല് നമ്മൾ കൊടുക്കുന്നുണ്ട്, ലേബലിലെ വാല്യൂ അതിൻ്റെ ലെങ്ത് അനുസരിച്ച് നമ്മളിവിടെ ഇൻഡെക്സ് സെറ്റ് ആവുന്നു. പിന്നെ PLT.barൽ ഇൻഡെക്സും പെർസെൻറ്റേജ്, അതായത് PR എന്നുള്ള വേരിയബിൾ ആണ് കൊടുത്തത്. എക്സ് ലേബൽ Y ലേബൽ ആണ് അടുത്ത രണ്ട് കാര്യം ഇവിടെ പഠിക്കാനുള്ളത്. എക്സ് ലേബലിൽ നമ്മളിവിടെ സ്റ്റുഡൻറ്റ് നെയിം എന്നാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ സ്റ്റുഡൻറ്റ് നെയിം എന്ന് കൊടുക്കുമ്പോൾ നമുക്കിപ്പോൾ ഇവിടെ സ്ഥലം ഇല്ലാത്തത് കൊണ്ടാണ് ഇവിടെ അടിയിലായിട്ട് നമുക്ക് സ്റ്റുഡൻറ്റ് നെയിം എന്നുള്ളത് ഹെഡിങ് വരും. അതാണ് എക്സ് ആക്സിസിൽ നമ്മൾ കൊടുക്കുന്ന ഹെഡിങ്. അതേമാതിരി Y ആക്സിസിൽ പെർസെൻറ്റേജ് എന്ന് കൊടുക്കുന്നു. പിന്നെ നമ്മുടെ ടൈറ്റിൽ എന്ന് പറയുന്നതാണ് ഈ പെർസെൻറ്റേജ് ഓഫ് മാർക്സ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് PLT.show ഷോ മെത്തേഡിലൂടെയാണ് നമുക്ക് ഈ ഗ്രാഫ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നിലും ഇപ്പോൾ നമ്മൾ നേരത്തെ PLT.plot ആണ് പറഞ്ഞത്, ഇവിടെ PLT.bar ആണ് പറഞ്ഞത്. അപ്പോൾ ഓരോന്നിലും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ആ ഫങ്ഷൻസ് ഓർത്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് അതനുസരിച്ച് മാറ്റി മാറ്റി എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിലൂടെ നമുക്ക് അറിയാനായിട്ട് പറ്റുന്നു എങ്ങനെ ഓരോരുത്തരുടെ പെർഫോമൻസ് എങ്ങനെയാണ്, നന്നായിട്ട് മുകളിലേക്ക് അവർ പ്രോഗ്രസ് ചെയ്യുന്നുണ്ടോ അതോ താഴോട്ടാണോ പോകുന്നത്. ഇതറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ബാർ പ്ലോട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനത്തെ ഗ്രാഫും യൂസ് ചെയ്തിട്ട് നമുക്ക് ലൈൻ പ്ലോട്ട് പോലെ തന്നെ മറ്റൊരു രീതിയിൽ നമുക്കിത് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഇനി നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമുക്ക് പിന്നെ ലെജൻഡ് വെക്കാം. ലെജൻഡ് എന്ന് വെച്ചാൽ എന്താ, നമ്മളിപ്പോൾ ഓരോന്നിനും ഓരോ കളേഴ്സായിട്ട് സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത് വെച്ചിട്ട് പറയാൻ പറ്റും ഇന്നത് ഇന്ന കളറിൽ വെച്ചിട്ടാണ് നമ്മൾ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നമുക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യിക്കാനായിട്ട് പറ്റും. ഇതുപോലെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇതിനെ സെറ്റാക്കാനായിട്ട് പറ്റുന്നു. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ആ ഗ്രാഫിൽ അത് കൊടുക്കാം.